ഹായ് ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. വലിയ വലിച്ചു കിട്ടിയുള്ള വ്ളോഗൊന്നുമല്ല, ഒരു മിനി വ്ളോഗാണ്, ഒരു കുഞ്ഞ് വ്ളോഗാണ്. നിച്ചുക്കുട്ടിനെ പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ റെഡി ആയിട്ട് നിൽക്കണതാണ് കേട്ടോ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുപോകണേ. നമുക്കൊരു 12:30 ആകുമ്പോഴായിരുന്നു അപ്പോയിൻമെൻറ്റ് ടൈം. ആ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് പള്ളി പോക്കൊന്നും നടക്കില്ല. അതുകൊണ്ട് ഇക്ക പറഞ്ഞു പള്ളി പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഡോക്ടർ 4:30 വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ പള്ളി പോയി കഴിഞ്ഞ് വന്ന് ഫുഡേയും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡിയാക്കി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. കട്ടിലെ തുണിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, മുടക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെതാ ഞാൻ റെഡിയായി, ഇക്കായും ഫുഡേയും കഴിച്ച് റെഡിയായി വന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങുന്നതാണ് കേട്ടോ. നിച്ചുകുട്ടനെയൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നിച്ചുകുട്ടൻ എന്താ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് കണ്ടോ. പനിയാണെങ്കിലും എന്താണെങ്കിലും പുള്ളിക്ക് കുഴപ്പമില്ല കേട്ടോ. പുള്ളി ഇങ്ങനെ ഇറങ്ങി നടക്കും. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ, അത്യാവശ്യം നല്ല വെയിലുണ്ട്. നമുക്ക് ചെറിയ ജലദോഷം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് 2 ദിവസമായി ആകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ടാണ് ഇരുന്നത്. സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. 2:45 സ്കൂളിലൊക്കെ വിടുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് വിളിച്ചുകൊണ്ടിട്ട് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ് നോട്ടിരുന്നത്. അപ്പോൾ അവൻ രാവിലെ റെഡിയൊക്കെ ആക്കി നിർത്തി കഴിഞ്ഞ്, അപ്പോൾ നേരത്തെ റെഡിയൊക്കെ ആക്കി നിർത്തിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവനക്ക് കരയണ്, തലവേദന എടുക്കണമെന്നും പറഞ്ഞാൽ അവൻ കിടന്ന് കരഞ്ഞ്. അപ്പോൾ പിന്നെ ഒന്ന് സ്കൂളിലൊന്നും വിട്ടിയില്ല. അങ്ങനത്തെ ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 3-4 പേര് 3-5 പേര് കേട്ടോ, അത്രയും പേരായിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ചീട്ടയൊക്കെ എടുത്ത് ഞങ്ങളിതാ ഡോക്ടറെ കണ്ണായിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇക്കായും നിച്ചുകുട്ടനും വന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പോയി ചീട്ടയൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും അവർ വണ്ടിക്കും പാർക്ക് ചെയ്തിട്ട് വന്നു. അപ്പോൾ അങ്ങനെ അവർ ഇടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഡോക്ടർ. അപ്പോൾ ഒരാളുണ്ട് അകത്ത്, 2-3 നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഡോക്ടർ മോബിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവൻ വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ. വെയിറ്റും ടെമ്പറേച്ചറൊക്കെ നോക്കിയപ്പോൾ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല പനിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാനൊക്കെ കയറിപ്പോയി. അതേ കഴിഞ്ഞിട്ട് പിന്നെ മരുന്നൊക്കെ മേടിക്കാൻ ബില്ലൊക്കെ അടിച്ച് മരുന്നൊക്കെ മേടിക്കാതിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവനവിടെ വാപ്പിയുടെ ഫോൺ മേടിച്ച് വാപ്പിയുടെ ഫോണിലിരുന്ന് ഞോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. മരുന്ന് മേടിക്കുന്നിടത്തിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് എണിച്ച് മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങനെ അവിടെ ഇരുന്നു. കിക്കായ എൻ്റെ വേറെ മറ്റേ ഫോൺ മേടിച്ച് ഞോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മരുന്നിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇനി അങ്ങനെ മരുന്നൊക്കെ മേടിച്ചതാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോകാം. അതിന് മുന്നേ ചൂടിന് ചായ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവനക്ക് ചായയും ബജ്ജിയും വേണമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ സ്ഥിരം കഴിക്കണേ കേട്ടോ, കോതമംഗലം തങ്കളത്ത്. അപ്പോൾ അവനക്ക് അങ്ങനെ ചായയൊക്കെ മേടിച്ചെടുത്ത് ബജ്ജി മേടിച്ചെടുത്തതാണ്. ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതായൊക്കെ ചുമ്മാ എന്നെ കളിയാക്കുന്നതുണ്ട്, ഉറങ്ങുമെന്ന് പറഞ്ഞ് കളിയാക്കണേ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിച്ചുകുട്ടനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ജസ്റ്റ് മൂവാറ്റുപുഴ വരെ ഒന്ന് പോയിട്ട് ഒരു അത്യാവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചില്ല, തിരക്കൊക്കെ ആയതുകൊണ്ട് നിച്ചുകുട്ടന് മാത്രമാണ് കേട്ടോ മേടിച്ച് കൊടുത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് മൂവാറ്റുപുഴയ്ക്ക് പോകണ വഴിക്ക് ഞങ്ങളിതാ ഈ ബജിക്കടയിൽ കയറിയിട്ടുണ്ട്. എനിക്ക് ഉള്ളിവട ഇഷ്ടമുണ്ട്. ഇവിടുത്തെ ഉള്ളിവടയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഉള്ളിവട മേടിച്ചിട്ടുണ്ട്. ഉള്ളിവടയും പിന്നെ മല്ലിയില ചമ്മന്തി അതും മേടിച്ചിട്ടുണ്ട്. അതും കഴിച്ചു. ഇക്കായും ഉള്ളിവട തന്നെയാണ് കേട്ടോ മേടിച്ചേക്കണേ. കാക്കും ഉള്ളിവടയാണ് ഇഷ്ടം. ഞങ്ങൾ ഒന്നല്ല മുട്ട ബജ്ജി മുളക് ബജ്ജി അങ്ങനെയൊക്കെ മേടിക്കാറുണ്ട്. ഇന്നിപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഒരു ഗ്ലാസ് ചായയും. അപ്പോൾ അതായിരുന്നു കേട്ടോ. മുട്ട ബജ്ജി മുളക് ബജ്ജി നമ്മളെപ്പോഴും കഴിക്കുമ്പോൾ മടുത്തോലെ. എനിക്ക് ഉള്ളിവട നല്ല മുരിഞ്ഞ ഉള്ളിവടയാണ് കേട്ടോ. നല്ല ചൂടൻ മുരിഞ്ഞ ഉള്ളിവടയില്ലേ അത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പലഹാരത്തിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുള്ളിവടയാണെങ്കിലും അതുപോലെ തന്നെ മുട്ട ബജ്ജി മുളക് ബജ്ജിയും ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. പാവ് ബജി അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേം കഴിഞ്ഞതാ ഞങ്ങളോട് ഉണ്ണിയപ്പം മേടിക്കാൻ വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ ഉണ്ണിയപ്പം നല്ല മുരിഞ്ഞിരിക്കും, നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അവിടുത്തെ ഉണ്ണിയപ്പം. മെയിനായിട്ട് ഞങ്ങൾ ഈ ഉണ്ണിയപ്പം പിന്നെ വേറൊരു കാര്യത്തിനും കൂടിയിട്ട് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ മേടിച്ചു. വേറെ പലഹാരമൊന്നും മേടിച്ചില്ല. ബാക്കി പലഹാരങ്ങൾ ഞങ്ങൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും മേടിച്ചില്ല. അപ്പോൾ നമ്മൾ മോറ്റിക്കും പോയിട്ട് വന്നപ്പോൾ ഒത്തിരി ലേറ്റായിട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി നിച്ചുക്കുട്ടനെ വിളിച്ചുകൊണ്ടാണ് വന്നത്. നിച്ചുക്കുട്ടനെ കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നാമത്തെ കാര്യം ജലദോഷമൊക്കെ ആയതുകൊണ്ട്, പിന്നെ തണുപ്പടിച്ച് കൊണ്ടുപോകണ്ടെന്ന് വെച്ച് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ മോറ്റിക്കും പോയിട്ട് വീട്ടിൽ പോയി നിച്ചുക്കുട്ടനെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിച്ചുക്കുട്ടന് ചോറൊക്കെ കൊടുത്തു. നിച്ചുക്കുട്ടന് മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ 9:30 ആയപ്പോൾ ബിഗ് ബോസ് കണ്ട് ഇപ്പോൾ സമയം 10:30 ആയി. അപ്പം ഇനിയിപ്പോൾ ചോറ് വേണ്ടാന്ന് പറഞ്ഞേക്കാക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം നമുക്ക്. റെസിപ്പി ഞാൻ ഇട്ടുണ്ടല്ലോ, നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഗോതമ്പ് ദോശയുടെ റെസിപ്പി. അപ്പോൾ സാമ്പാറും ഉണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ ഞാൻ വെച്ച്. അപ്പോൾ ഗോതമ്പ് ദോശ അങ്ങനെ ഓരോന്ന് ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് വേണ്ടിക്കാക്ക് മാത്രമാണ് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കണം. എനിക്ക് രാവിലത്തെ ദോശ ഇരിക്കേണ്ട കേട്ടോ. ദോശ ഉണ്ടാക്കിയതിരിക്കണം. നമ്മൾ അരച്ച് ദോശ ഉണ്ടാക്കില്ല, അതിരിക്കേണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഒരാൾ ദോശ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ആളുകളെ നല്ല ഉറക്കമാണ് കേട്ടോ. സിറ്റി കിടന്ന് പുള്ളി
ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്നതാണ്. പുള്ളി അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പിന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് കണ്ടുകൊണ്ടിരുന്നതാണ്. പുള്ളി ഭയങ്കര ഉറക്കാണ്ട്, നല്ല ഉറക്കാണ്ട്. എൻ്റെ അടുത്ത് ഉറങ്ങത്തില്ല, ചുമ്മാ കിടക്കണേന്നും പറഞ്ഞുകൊണ്ടാണ് കിടന്നത്. ഇപ്പോൾ പുള്ളി ഉറങ്ങിപ്പോയി. നമുക്ക് വിളിച്ചെണിപ്പിക്കാം. പുള്ളി കഴിക്കത്തില്ല. അപ്പോൾ അതാ ഇക്കൂടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഞെക്കാനെ വിളിച്ചെണിപ്പിച്ച് ഇനി ദോശയ്ക്കും കഴിക്കണം. അപ്പോൾ ടി വിയുടെ ഓണാണ്ട്, ടി വി ഓഫാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ദോശയ്ക്കും കഴിക്കണം. ഇതാ ഞാൻ പറഞ്ഞു രാവിലത്തെ ദോശയായിരുന്നു ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ രാവിലത്തെ ഉച്ചക്കത്തെ സാമ്പാറും അതുപോലെ തന്നെ അവിയലും ഉണ്ടായിരുന്നു. അതും തീർക്കണമല്ലോ, അത് ഇനി ഇരുന്നേണ്ടി കളയേണ്ട വരും. അപ്പോൾ അതാ ഇക്കാക്ക് ദോശയും അവിയലും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാർ ഇക്കാം അങ്ങനെ ഞാൻ ഒഴിക്കണ പോലെ ഒന്നും ഒഴിച്ചു കഴിക്കത്തില്ല കേട്ടോ. സൈഡിൽ ഇച്ചിരി ഒഴിച്ചിട്ട് കുറച്ചാണ് കഴിക്കത്തുള്ളൂ. ഇക്കടെ ഇഷ്ടത്തിന് ഒഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തരാം. ഞാൻ ആ കുക്കറിൽ ബാലൻസ് ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് ആക്കിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ കുക്കർ കഴുകാൻ വയ്ക്കാമല്ലോ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിതാ ഞങ്ങളിതാ ഇക്കോടെ ടി വി വെച്ചിട്ടുണ്ട് ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.